സ്തോത്രം. ഞാനും നിങ്ങളും ഏറ്റുപറയാൻ പഠിക്കാൻ ഒരു കാര്യം ഞാൻ ആദ്യമേ ഓർപ്പിക്കട്ടെ. 4 വാക്യങ്ങളാണ് വായിക്കുന്നത്. ആ വാക്യത്തിലെല്ലാം ഒരു കാര്യം പറയും. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവമാക്കി തരുന്ന ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. 1-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. 34-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യമാണ്. അത് വായിക്കാതെ തന്നെ ബൈഹാർട്ട് അറിയാം. 34-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിന് സ്തോത്രം. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 26-ഉം 27-ഉം വാക്യമാണ് നാം വായിക്കാൻ പോകുന്നത്. അവിടെ നമുക്ക് ഈ വാക്യം തന്നെ കാണാം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ആവശ്യക്കാരായി ആരെല്ലാം കർത്താവിനെ നോക്കിയോ അവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. പ്രവാചകനായ യോവേൽ എന്ത് പറയുന്നു? 2-ാം അധ്യായം 26-ഉം 27-ഉം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. നിങ്ങൾ തുള്ളനും പച്ചപ്പഴവും വിട്ടിലും വെട്ടുക്കിളിയും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പകരം നൽകുകയും നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരാകുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിൻ്റെ ജനമായി തീർന്നാൽ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിലേക്ക് നോക്കിയാൽ, ക്രിസ്തുവിലേക്ക് നോക്കിയാൽ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. എൻ്റെ ജനമായി, ദൈവം പറയണം ദൈവത്തിൻ്റെ മകയായി തീർന്നുവെന്ന് ദൈവം എന്നെക്കുറിച്ച് പറയുന്നുവെങ്കിൽ ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല. 27-ാമത്തെ വാക്യം: ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. If you are born again, you will not be ashamed. നിങ്ങൾ എൻ്റെ ജനമായി തീർന്നാൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. എൻ്റെ ജനമായി തീരുക, എൻ്റെ ജനമായി തീരുക, എന്നിലേക്ക് നോക്കുക, നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല. ദൈവത്തിലേക്ക് നോക്കിയാൽ, ദൈവജനമായി തീർന്നാൽ ഒരിക്കലും ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല. ഏതെങ്കിലും ഒരു സഭയോ കൂട്ടായ്മയെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. എൻ്റെ ജനം, ദൈവത്തിൻ്റെ ജനമായി തീരുക. അനുഭവത്തിനാണ് വേദപുസ്തകത്തിൽ മനസ്സാന്തരപ്പെടുക എന്നോ ബോണഗെയിനാകുക എന്നെല്ലാം പറയുന്നത്. എപ്പോഴാണ് ലജ്ജിക്കേണ്ടി വരിക? അതും പറഞ്ഞിട്ടുണ്ട് വേദപുസ്തകത്തിൽ. 45-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 24-ാം വാക്യം വായിച്ചു നോക്കാം. യഹോവയിൽ മാത്രം നീതിയും ബലവുമുണ്ട് എന്ന് ഓരോരുത്തൻ പറഞ്ഞുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലും. തന്നെത്താൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ എന്ത് പറഞ്ഞുകൊണ്ട് ചെല്ലണം? ദൈവമേ, എനിക്ക് എന്തെങ്കിലും തന്നാൽ പോരാ, എനിക്ക് അത് വേണം, ഇത് വേണം, എനിക്ക് അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ് തന്നാൽ പോരാ. കർത്താവേ, നിന്റെ അടുക്കൽ മാത്രമേ എനിക്ക് നീതിയുള്ളൂ. നിന്റെ അടുക്കൽ വന്നാൽ മാത്രമേ എനിക്ക് പാപമോചനമുള്ളൂ, എനിക്ക് പാപക്ഷമയുള്ളൂ. നിന്റെ അടുക്കൽ വന്നാൽ മാത്രമേ എനിക്ക് ദൈവരാജ്യമുള്ളൂ, നീതിയുള്ളൂ. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ എന്ത് പറഞ്ഞുകൊണ്ട് ചെല്ലണം? യഹോവയിൽ മാത്രം നീതിയും ബലവുമുണ്ട് എന്ന്. കർത്താവേ, നിന്റെ അടുക്കൽ വരുമ്പോൾ മാത്രമേ എനിക്ക് പാപമോചനമുള്ളൂ, നീതിയുള്ളൂ, എനിക്ക് നീതിയും ബലവുമുള്ളൂ. നിന്റെ അടുക്കൽ വരുമ്പോൾ മാത്രമേ എനിക്ക് എന്തെങ്കിലും ബലമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലണം. ഇനി അവനോട് കോപിക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. എപ്പോഴാണ് ലജ്ജിക്കേണ്ടി വരിക? ദൈവത്തോട് കോപിക്കുമ്പോൾ, ദൈവത്തോട് അകന്നു നിൽക്കുമ്പോൾ ലജ്ജിച്ചു പോകും. ദൈവത്തിൻ്റെ ജനമായാൽ ലജ്ജിക്കേണ്ടി വരികയില്ല. കർത്താവിലേക്ക് നോക്കിയാൽ ലജ്ജിക്കേണ്ടി വരികയില്ല. ദൈവത്തോട് അകന്നു നിന്നാൽ ലജ്ജിക്കേണ്ടി വരും. ഈ ലജ്ജ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുക? എപ്പോഴാണ് നാം ലജ്ജയിൽ മുങ്ങിപ്പോകുക? എപ്പോഴാണ് നമുക്ക് ലജ്ജിക്കേണ്ടി വരാത്ത ആ സമയം ഏതാണ്? അത് നമ്മുടെ മരണസമയം തന്നെ.
നമ്മുടെ മരണസമയത്താണ് നാം ഏറ്റവും കൂടുതൽ ലജ്ജിതനായിരിക്കുമോ അതോ ലജ്ജയില്ലാത്തവനായിരിക്കുമോ എന്നറിയുന്നത് നമ്മുടെ മരണസമയത്താണ്. ദൈവത്തെങ്കിലേക്ക് നോക്കിയവൻ അവൻ്റെ മരണസമയത്ത് ലജ്ജിതനായിരിക്കില്ല. ദൈവത്തോട് അകന്ന് ജീവിക്കുന്നവൻ അവൻ്റെ മരണസമയത്ത് ഏറ്റവും ലജ്ജിതനായിരിക്കും. അവൻ ഏറ്റവും പരിഭ്രമത്തിലായിരിക്കും, ലജ്ജിതനായിരിക്കും. പ്രിയപ്പെട്ടവരെ, യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. പോറ്റുവാനും പുലർത്തുവാനും കാക്കുവാനും കരുതുവാനും തീറ്റുവാനും തരുവാനും കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ ജനമായി നാം മുന്നോട്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ മാറിക്കിട്ടേണ്ടതായ കാര്യങ്ങളെല്ലാം ഉണ്ട്. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അത് കാണാതെ നാം പഠിക്കണം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അവർക്ക് പ്രസംഗിക്കാൻ കഴിയും, ദൈവവേല ചെയ്യാൻ കഴിയും, പാട്ടുപാടാൻ കഴിയും, പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ കഴിയും, നല്ല തന്മയത്വമായിട്ട് പ്രസംഗിക്കാൻ കഴിയും, കൺവെൻഷൻ നടത്താൻ പറ്റും, അനേക കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആത്മീയമായി പള്ളി പണിയാനോ എല്ലാം സാധിക്കും. എല്ലാ കാര്യവും അവർക്ക് ചെയ്യാൻ സാധിക്കും. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. അവർക്ക് സകല ആത്മീയ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, സകല ആത്മീയ ശുശ്രൂഷകളും ചെയ്യാൻ പറ്റും, സകല ആത്മീയ കാര്യങ്ങളിൽ അവർക്ക് പല കാര്യങ്ങളും സാധിക്കും. പക്ഷേ അവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ എന്താണ് ഈ ജഡസ്വഭാവം? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്കെല്ലാം ആവശ്യം നമ്മുടെ ചെവിയോട് സംസാരിക്കാൻ കഴിയുന്നവരെ അല്ല. നമുക്കെല്ലാം ആവശ്യം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാൻ കഴിയുന്നവരെയാണ്. നമ്മുടെ ശൈശവത്തിൽ ഒരു കുഞ്ഞിന്, അവൻ്റെ കൗമാര പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ആവശ്യം അവൻ്റെ ചെവിയോട് സംസാരിക്കുന്നയാളെ. ഹൃദയത്തോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത് മനസ്സിലാവില്ല. ശൈശവത്തിലും ബാല്യത്തിലൊന്നും അത് മനസ്സിലാവില്ല. അന്ന് ചെവിയോട് സംസാരിക്കുന്നവരെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ ഹൃദയം മുറിവേൽക്കില്ലാത്ത കാലമാണതൊക്കെ, ശൈശവം ബാല്യം എന്നൊക്കെ പറയുന്നത്. എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന് മുറിവേൽക്കാൻ തുടങ്ങുന്നത്? നമ്മുടെ യൗവനകാലം വരുമ്പോഴാണ്, അല്ലെങ്കിൽ നാം കോളേജിലൊക്കെ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ വിവാഹം കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഔദ്യോഗിക ജോലി ആരംഭിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ളതായ മധ്യവയസ്കൊക്കെ ആകുമ്പോഴേക്കും ഹൃദയത്തിൻ്റെ മുറിവ് വളരെയധികം മുറിവായിരിക്കും ഹൃദയത്തിനുണ്ടാകുക. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നാം എന്ത് ചെയ്യണം? ഈ മുറിവുകൾ, നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാൻ ആരാ ഉള്ളത്? നമ്മുടെ ചെവിയോട് സംസാരിക്കാൻ ധാരാളം ആളുകളുണ്ട്, ധാരാളം പേര് നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാൻ, അതിൻ്റെ മുറിവുകളെ കെട്ടുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാൻ ആരാണുള്ളത്? അപ്പോഴാണ് നാം ദൈവത്തെ അന്വേഷിക്കുന്നത്. നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാൻ കഴിയുന്നവൻ്റെ അടുക്കലാണ് നാം വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവ് ഒരു കാര്യം പഠിപ്പിച്ചു: അവസാനത്തോളം സഹിക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ സഹിക്കേണ്ട വിഷയങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ അവസാനം വരെ നാം എല്ലാം സഹിക്കേണ്ടതായ വിഷയങ്ങളുണ്ട്. അതറിഞ്ഞു തന്നെയാണ് നാം മുന്നോട്ട് പോകേണ്ടത്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോകേണ്ടത്. ജീവിതത്തിൻ്റെ അവസാനം വരെ സഹിക്കേണ്ട വിഷയങ്ങളുണ്ട്. പക്ഷേ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവമക്കളെ, എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിന് എപ്പോഴും മുറിവേൽക്കുന്നത്? എന്തുകൊണ്ടാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ, നമുക്ക് ഏതെങ്കിലും രംഗത്തെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിന് മുറിവേൽക്കുന്നത്? നമ്മുടെ ഹൃദയത്തിന് മുറിവേൽക്കാനുള്ള കാരണം മുറിവേൽപ്പിക്കുന്നവർ ചുറ്റുമുള്ളത് കൊണ്ട് മാത്രമല്ല, അതിലുപരി നമ്മുടെ തന്നെ
സ്വഭാവത്തെ നാം തൂക്കി നോക്കാറില്ല. നമ്മുടെ സ്വഭാവത്തെ നാം ഒരിക്കലും തൂക്കി നോക്കാറില്ല. അത് ശരിയോ തെറ്റോ നാം അന്വേഷിക്കാറില്ല. ജീവനുള്ള ദൈവം ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്നു, യഹോവ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഒരു രാജാവിനോട് പറഞ്ഞതാണ്. രാജാവിൻ്റെ വെയിറ്റ് അല്ല തൂക്കിയത്, രാജാവിൻ്റെ സിംഹാസനത്തിൽ എത്ര സ്വർണമുണ്ടെന്നല്ല തൂക്കിയത്, രാജാവിൻ്റെ സ്വഭാവത്തെയാണ് തൂക്കി നോക്കിയത്. ദൈവം അവനെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ദൈവമക്കളെ, നാം നമ്മുടെ സ്വഭാവത്തെ തൂക്കി നോക്കാറുണ്ടോ? നമുക്ക് മുറിവേൽക്കാറുണ്ട്. പക്ഷേ നാം നമ്മുടെ സ്വഭാവത്തെ തൂക്കി നോക്കിക്കൊണ്ട് അതിൻ്റെ കുറവ് മനസ്സിലാക്കാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇവിടെയെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ജഡസ്വഭാവം എന്ന് പറയുന്നത്. റോമർ 8:8 ഞാൻ പറഞ്ഞത്. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ജഡസ്വഭാവം എന്ന് പറയുന്നതാണ്. നാം ഒരിക്കലും നമ്മുടെ സ്വഭാവത്തെ തൂക്കി നോക്കുകയില്ല. ബാക്കിയുള്ളവർ പറഞ്ഞ വാക്കുകളും അവരുടെ പെരുമാറ്റങ്ങളും എല്ലാം നാം തൂക്കി നോക്കും. നമ്മൾ പറഞ്ഞതിനെ നാം ഒരിക്കലും തൂക്കി നോക്കുകയില്ല. അതാണ് നമ്മുടെ വീഴ്ചയുടെ ആരംഭം. അവിടേക്കാണ് വീഴുന്നത്. ദൈവത്തിന് നമ്മളെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നാം അവസാനത്തോളം സഹിക്കേണ്ടവരാണ്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ഒരു പ്രായമായ മനുഷ്യനോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവന്റെ അപ്പനോട് ചോദിച്ചതിന്, അവന്റെ അപ്പനോട്, പ്രായമായ ഒരു മനുഷ്യനോടാണ് യേശു ചോദിച്ചത്, എത്ര കൊല്ലമായി കാരണവരെ ഇങ്ങനെ സഹിക്കുന്നു? മോന് രോഗം വന്നിട്ട് എത്ര കൊല്ലമായെന്നല്ലെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ ചോദിക്കാറുണ്ട്, എത്ര നാളായി സൂക്കേട് തുടങ്ങിയിട്ട്, എത്ര നാളായി ഈ വേദന തുടങ്ങിയിട്ട് എന്ന് ഡോക്ടർമാർ ചോദിക്കാറുണ്ട്. യേശു അതല്ല ചോദിച്ചത്. യേശു ചോദിച്ചത്, അപ്പാ, പ്രായമായ കാരണവരോടാ ചോദിച്ചത്, എത്ര കാലമായി ഈ സഹിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി ഈ സഹനം തുടങ്ങിയിട്ട്? പ്രിയപ്പെട്ടവരെ, എത്ര കാലമായി നാം സഹിക്കാൻ തുടങ്ങിയിട്ട്? ആ അപ്പൻ മറുപടി പറഞ്ഞു, ഈ മോനുണ്ടായ നാൾ മുതൽ തുടങ്ങിയതാണ്. നമുക്ക് പലർക്കും പല കാര്യങ്ങൾ പറയാനുണ്ട്. കർത്താവേ, സഹനം എന്നാ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ നമുക്ക് പലതും പറയാനുണ്ട്. സഹനം തുടങ്ങിയത് ഇത്ര കാലമായി, വിവാഹത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ കുഞ്ഞ് പിറന്ന ശേഷമാണ്, അല്ലെങ്കിൽ ഇന്ന കച്ചവടം തുടങ്ങിയതിന് ശേഷമാണ്, ഇന്ന പ്രശ്നത്തിന് ശേഷമാണ് എന്നെല്ലാം നമുക്ക് പറയാറുണ്ട്. എന്നാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പോക്കുവഴിയും പറഞ്ഞു കൊടുത്തു. ഈ സഹനത്തിനുള്ള പോക്കുവഴി എന്താണെന്നും കർത്താവ് അവിടെ പറഞ്ഞു കൊടുത്തു. അതാണ് 9-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു കൊടുത്തു. എന്താണ് പോക്കുവഴി? പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകയില്ല എന്ന് അവൻ പറഞ്ഞു. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ജാതി പോകുകയില്ല. ദൈവമക്കളെ, നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ദുരിതങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഭിന്നതകളുണ്ട്, കലഹങ്ങളുണ്ട്. എന്താ പരിഹാരം? എന്താണ് പരിഹാരം? ആരെങ്കിലും ഒരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ കുടുംബത്തിലെ കലഹം മാറുമോ? നാം പള്ളിയിലേക്ക് പോയി വഴിപാടിട്ടാൽ കുടുംബത്തിലെ കലഹം മാറുമോ? തീർത്ഥാടനത്തിന് പോയാൽ കുടുംബത്തിലെ കലഹം മാറുമോ? ഭവനത്തിൽ കലഹമുണ്ട്, ദുരിതമുണ്ട്, ദണ്ഡനമുണ്ട്. എന്താണ് പരിഹാരം? അതാണ് കർത്താവ് പറയുന്നത്. ജഡസ്വഭാവം അവിടെയെല്ലാം നമ്മുടെ കുടുംബത്തിലെ കലഹം തീർക്കാനും വഴക്ക് തീർക്കാനും ദുരിതം മാറാനും എല്ലാം വഴിപാടുകളും നേർച്ചകളുമായിട്ട് മനുഷ്യൻ നടക്കുന്നു. തീർത്ഥാടനത്തിന് വേണ്ടി നടക്കുന്നു. ദൈവമക്കളെ, ഓർത്തു നോക്ക്, എന്താ പരിഹാരം? പരിഹാരമുണ്ട്. പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ജനം ജഡസ്വഭാവത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ആത്മീയത്തിൽ എവിടേക്കോ കണ്ട് കേട്ട് പഠിച്ച ആത്മീയത്തിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പരിഹാരം എന്താണ്? ഇസ്രായേൽ മക്കൾ ഫറവോന്റെ നാട്ടിലെത്തി. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-24 വാക്യം. അവർ രഥങ്ങളിലാണ് അവിടെ എത്തിയത്. അവരുടെ കാരണവന്മാരെ രഥം കയറ്റി അവിടെ കൊണ്ടുവന്നതാണ്. ഫറവോന്റെ നാട്ടിൽ കൊണ്ടുവന്നു. കാലം കഴിഞ്ഞു, 430 കൊല്ലം കഴിഞ്ഞു. എന്ത് സംഭവിച്ചു നമുക്ക് അവിടെ അറിയാം. 23-24 വാക്യം. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ടു നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു.
ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. പ്രിയപ്പെട്ടവരെ, അവരെ രഥമയച്ച് അവിടെ കൊണ്ടുവന്നതാണ്. സ്വീകരിച്ച് ആനയിച്ച് പട്ടാളവും പരിവാരവും എല്ലാമായിട്ട് അവരെ അവിടെ കൊണ്ടുവന്നതാണ്. കാലം കഴിഞ്ഞപ്പോൾ അവരവിടെ ആ സ്വീകരിച്ചു കൊണ്ടുവന്ന വീട്ടിൽ തന്നെ ഇപ്പോൾ തല്ലുകൊണ്ട് തൊലി പൊളിയുക. അവരെ സ്വീകരിച്ച് ആനയിച്ച് ആ ദേശത്തേക്ക് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ അതേ വീട്ടിൽ തന്നെ, സാഹചര്യത്തിൽ തന്നെ തല്ലുകൊണ്ട് തൊലി പൊളിഞ്ഞ് വേദനിക്കുകയാണ് ചെയ്തത്. അവർ ദൈവത്തോട് പരിഭവിച്ചോ? അവരന്ന് ദൈവത്തോട് പരിഭവിച്ചോ? അവർ ദൈവത്തോട് പരിഭവിച്ചില്ല. ഇന്നത്തെ പോലെ നമ്മുടെ പല സ്വഭാവം പോലെയായിരുന്നെങ്കിൽ അവർ ഓടി അബ്രഹാമിൻ്റെ കല്ലറയ്ക്കലേക്ക് പോയോ? അയ്യോ അബ്രഹാം പിതാവേ, ഞങ്ങൾക്ക് മോചനം തരണമേ. അവർ അബ്രഹാം പിതാവിൻ്റെ കല്ലറയ്ക്കലേക്ക് പോയോ? അവർ ഇസ്ഹാക്കിൻ്റെ കല്ലറയിലേക്ക് പോയോ? അവർ യാക്കോബിൻ്റെ കല്ലറയിലേക്ക് പോയോ? അവരെങ്ങും പോയില്ല. അവർ തല്ലുകൊണ്ട് തൊലി പൊളിഞ്ഞ് കുടുംബത്തിൽ യാതനയും കഷ്ടവും വേദനയുമായിട്ട് നടന്നപ്പോൾ അവർ അവരുടെ പിതാക്കന്മാരുടെ കല്ലറയ്ക്കലേക്കോ അവരെ നടത്തിയ പിതാക്കന്മാരുടെ ദൈവം വിളിച്ച വിശുദ്ധന്മാരുടെ കല്ലറയിലേക്ക് പോയില്ല. അവരവരുടെ വീട്ടിലിറങ്ങി വരുന്ന ദൈവത്തോട് നിലവിളിച്ചു. അവരുടെ ഭവനത്തിൽ ഇറങ്ങി വരുന്ന ദൈവത്തെ അവർക്ക് മനസ്സിലായിരുന്നു. അവരാ ദൈവത്തോട് നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടകാലത്ത് നാം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഭവനത്തിലെ ദുഃഖവും ദുരിതവും മാറാൻ നാം എന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് നിലവിളിക്കണം. ദൈവത്തിന് സ്തോത്രം. ദുരഭിമാനമില്ലാതെ, പരിഭവമില്ലാതെ, ജഡ സ്വഭാവമില്ലാതെ ദൈവം ഞങ്ങളെ കൈവിട്ടു എന്ന് കരുതുകയല്ല ചെയ്തത്. അവർ ദൈവത്തോട് നിലവിളിച്ചു. കർത്താവ് പറഞ്ഞു കൊടുത്തു എന്താ പരിഹാരം. ആ അപ്പനോട് പറഞ്ഞു കൊടുത്തു, പ്രാർത്ഥനയാൽ ഉപവാസാലും അല്ലാതെ ജാതി ഒഴിഞ്ഞു പോകുകയില്ല. എന്താ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ കുടുംബത്തിലെ കലഹവും ശാപവും ദുരിതവും മാറാൻ നാം എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, ഈ കലഹം മാറ്റണം, ശാപം മാറ്റണം എന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ? അതല്ല കർത്താവ് പഠിപ്പിച്ചത്. നിന്റെ കുടുംബത്തിലെ കലഹവും ശാപവും അവിടുത്തെ വഴക്കും മാറണമെങ്കിൽ നീ എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, എൻ്റെ സ്വഭാവം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അതാണ് പ്രാർത്ഥന പഠിപ്പിച്ചത് കർത്താവ്. എൻ്റെ സ്വഭാവം മാറ്റിത്തരണം, എൻ്റെ സ്വഭാവം മാറ്റിത്തരണം. അതാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥന വീട്ടിലുള്ളവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. ഒരു വീട്ടിൽ കലഹവും വഴക്കും വക്കാണവും ഒക്കെയാണ്. ആ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒരു ദിവസം തന്തിക്കിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവം മാറ്റിത്തന്ന് യേശുവിൻ്റെ സ്വഭാവം തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു സംശയവും വേണ്ട. എന്തായിരിക്കും സംഭവിക്കുക? ആ കുടുംബം ലജ്ജിച്ചു പോകുകയില്ല. ആ കുടുംബത്തിലെ കലഹം അന്നു മാറും. ആ കുടുംബത്തിലെ വഴക്കന്ന് മാറും. കോലാഹലം അന്ന് മാറും. രോഗത്തിന് അവിടെ ശമനം വരും. പക്ഷെ അത് പ്രാർത്ഥിക്കുകയല്ല. ദൈവമക്കളെ, പ്രാർത്ഥനയാൽ ഉപവാസാലും അതാണ് പ്രാർത്ഥിക്കേണ്ടത്. സ്വഭാവം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിലെ വഴക്കും ദുരിതവും രോഗവും മാറണമെങ്കിൽ സ്വഭാവം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഭവനത്തിൽ കലഹമയമായിരുന്നു. ഞാൻ ലജ്ജിതനായിരുന്നു എൻ്റെ യൗവനകാലത്തൊക്കെ. ദൈവമക്കളെ, പക്ഷേ അതെല്ലാം മാറിയതെപ്പോഴാണ്? ക്രിസ്തു വന്നപ്പോഴാണ്, ബോണഗൈനായപ്പോഴാണ്, വീണ്ടും ജന്മം നടന്നപ്പോഴാണ്. ലജ്ജിച്ചു പോയില്ല. ഇന്ന് ഞാൻ ലജ്ജിതനല്ല. ദൈവമക്കളെ, സ്തോത്രം. കാരണം ഞാൻ ദൈവത്തിൻ്റെ വകയാണ്. ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡയറിയിൽ ഞാനിങ്ങനെ കുറിച്ച് വെച്ചത് വായിച്ചു. എനിക്ക് യേശുവിൻ്റെ അടിമയായി ജീവിക്കാൻ ഏറ്റവും നല്ലൊരു രംഗത്ത് ഞാൻ വന്നു ചേർന്നു. യേശുവിൻ്റെ അടിമയായി ജീവിക്കാൻ ഏറ്റവും പറ്റിയ ഒരു രംഗത്ത് ദൈവം എന്നെ കൊണ്ടുവന്നാക്കിയെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന് ഞാൻ ലജ്ജിതനല്ല. ഞാൻ ഒരിക്കലും ലജ്ജിതനല്ല. കാരണം എനിക്ക് യേശുവിൻ്റെ അടിമയായി ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലം. ഹൃദയത്തിന് മുറിവേൽക്കുന്നവർ, ജഡസ്വഭാവത്തിൽ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അവനവനെ തന്നെ തൂക്കി നോക്കുന്നില്ല. രണ്ടാമത്, സഹനമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി സ്വഭാവം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അവരവരുടെ സ്വഭാവം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അതാണ് പ്രാർത്ഥന, അതാണ് ഉപവാസം. എന്തിനാണ് ഉപവസിക്കേണ്ടത്? കാരണം നമ്മുടെ മനസ്സ്
കുതിരയെപ്പോലെ പായുന്നതാണ്. മനുഷ്യൻ്റെ മനസ്സ് കുതിരയെപ്പോലെ പായുന്നതാണ്. വേദപുസ്തകത്തിലെ വചനമാണ്. കുതിരയെപ്പോലെ പായുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ളതായ കുതിരയെപ്പോലെ പായുന്ന മനസ്സിനെ നമ്മുടെ ശരീരവും അതിന് കൂട്ടുനിൽക്കും. ആ ശരീരത്തിന് ദൈവമക്കളെ ഒരു മനഃപൂർവമായ ഒരു ക്ഷീണവും ഒരു തളർച്ചയും എല്ലാം നാം വരുത്തേണ്ടതുണ്ട്. തിന്ന് ഭക്ഷണം കഴിച്ച് ശരീരം മതിച്ച് നമ്മുടെ നാവിന് ശാപവും പ്രാക്കിനുമുള്ളതായ അവസരം കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഉപവാസത്താലും പ്രാർത്ഥനയാലും സ്വഭാവം മാറാനുള്ള പ്രാർത്ഥന അതോടൊന്നിച്ച് നമ്മുടെ ഭക്ഷണവും നമ്മുടേതായ നിയന്ത്രിച്ച് ദൈവമക്കളെ നാം നമ്മുടെ ശരീരത്തെ ഒരു ആത്മീയ ശരീരമായി കിട്ടുവാൻ നാം ഒരുക്കണം. ദൈവത്തിന് സ്തോത്രം. കാരണം ഒരു ദിവസം ഞാൻ മരിച്ചു പോകും. നാം വായിച്ച വാക്യത്തിൻ്റെ റോമർ 8:10 വായിച്ചാൽ നമുക്ക് കാണാം, ഒരു ദിവസം ഞാൻ മരിച്ചു പോകും. ഈ ശരീരം മരിക്കും. ദൈവമക്കളെ, ഒരു ദിവസം നാം മരിച്ചു കിടക്കുമ്പോൾ ശരീരം മരിക്കും, പക്ഷേ എൻ്റെ ആത്മാവ് ജീവനുള്ളതായിരിക്കും. ശരീരം മരിച്ചു പോകും, പക്ഷേ ആത്മാവ് കർത്താവിൻ്റെ ജീവൻ പ്രാപിച്ച ഒരാത്മാവായിരിക്കും നമുക്കുള്ളത്. നാം മരിച്ചു കിടക്കുന്ന ഒരാളെ കാണാൻ പോകുന്നു. നാം അറിയുന്നുണ്ടോ? നാം ഒരു ഡെഡ് ബോഡി കാണാനാണ് പോണത്. ശരിയാണ്, ഡെഡ് ബോഡിയാണ്. പക്ഷേ ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിലോ, ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിലോ, ആ ഡെഡ് ബോഡി കാണുമ്പോൾ നാം ഒന്നുകൂടെ ഓർക്കണം, ഈ മനുഷ്യൻ സജീവനായിട്ടുണ്ട്, ഈ മനുഷ്യൻ്റെ ആത്മാവ് ജീവനോടെയുണ്ട് എന്ന് നാം ഓർക്കാറുണ്ടോ? ഈ മനുഷ്യൻ്റെ ആത്മാവ് ജീവനോടെയുണ്ട്, ശരീരമേ മരിച്ചിട്ടുള്ളൂ. അതാണ് റോമർ 8:10 പറയും, ദൈവമക്കളെ, ശരീരം പാപനിമിത്തം മരിക്കേണ്ടി വന്നാലും ആത്മാവ് നീതിനിമിത്തം ജീവനാകുന്നുവെന്ന്. കർത്താവായ യേശുവിൻ്റെ ജീവൻ, അതാണ് ജീവനുള്ള ദൈവം നമ്മളോട് പറയുന്നു. നമ്മുടെ ജഡ സ്വഭാവങ്ങൾ നാം മനസ്സിലാക്കണം, നമ്മുടെ ജഡപ്രകൃതി നാം മനസ്സിലാക്കണം. നാം നമ്മളെ തന്നെ തൂക്കി നോക്കുന്നില്ല. നാം സഹനം, നമ്മുടെ മാറിക്കിട്ടും സ്വഭാവം മാറുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കാറില്ല. മൂന്നാമത് ജഡസ്വഭാവം വളരെ വേഗത്തിൽ ഞാൻ ഓർപ്പിക്കാം. 1 ശമൂവേൽ 20:14-15 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. ഞാൻ ഇനി ജീവനോടിരിക്കുകയാകുന്നു, എങ്കിൽ ഞാൻ മരിക്കാതെ വണ്ണം യഹോവയുടെ ദയ നീ കാണിക്കേണ്ടത് എന്നോട് മാത്രമല്ല, എന്റെ ഗ്രഹത്തോടും നിന്റെ ദയ ഒരിക്കലും അറ്റുപോകരുത്. അവിടെ ദാവീദിനോട് ശൗൽ രാജാവിൻ്റെ മകനായ യോനാഥാൻ വന്നിട്ട് പറയുകയാണ്. അവിടെ യോനാഥാൻ ശൗൽ രാജാവിൻ്റെ മകനായിരുന്നു. അവൻ്റെ കുടുംബം ചെറുതായി പോവുകയാണ്. യോനാഥാൻ മനസ്സിലാക്കുന്നു അവൻ്റെ കുടുംബം ചെറുതായി പോകുന്നു. ദാവീദ് വലുതായി വരുന്നു. സ്വന്തം കുടുംബം ചെറുതായി പോകുന്നു. ദാവീദ് വലുതായി വരുന്നു. യോനാഥാൻ ദാവീദിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ദാവീദേ, നീ എൻ്റെ പ്രാണസ്നേഹിതനാണ്. നീ എന്ത് ചെയ്യണം? നീ എന്നെയും എൻ്റെ കുടുംബത്തെയും നീ നോക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ ദുരഭിമാനമില്ല. ദൈവം എന്നെ താഴ്ത്തുന്നു, മറ്റൊരാളെ ഉയർത്തുന്നു. ദൈവം എൻ്റെ കുടുംബത്തെ താഴ്ത്തുന്നു, മറ്റൊരു കുടുംബത്തെ ഉയർത്തുന്നു. താന്നു പോകുന്ന യോനാഥാന് ഉയർന്നു പോകുന്ന ആ ദാവീദിൻ്റെ അടുക്കലേക്ക് ചെന്ന്, ദാവീദേ, എന്നെയും എൻ്റെ കുടുംബത്തെയും നീ നോക്കണമെന്ന് പറയാൻ ദുരഭിമാനമില്ല. ഏറ്റവും കൂടുതൽ പ്രബലമായി വരുന്ന ദുഷ്ട സ്വഭാവമാണ് ദുരഭിമാനം. ഒരാൾ ഉയരുന്നു, ഒരാൾ താഴുന്നു. താഴുന്നവന് ഉയർന്നവൻ്റെ ഇടയ്ക്ക് ബഹുമാനിക്കാൻ തോന്നുന്നില്ല. താഴുന്നവന് ഉയർന്നവനെ ബഹുമാനിക്കാൻ തോന്നുന്നില്ല, അതിന് മനസ്സ് വരുന്നില്ല. ദുരഭിമാനം. ദൈവമക്കളെ, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. ജഡസ്വഭാവമാണ് അവിടെ കാണുന്നത്. താണുപോകുന്ന, പതുപടിയായിട്ട് താണുപോവുകയാണ് ശൗലിൻ്റെ കുടുംബവും. അവിടെ എന്താ മകനാണ് യോനാഥാൻ. അവൻ വന്ന് ഉയർന്നു പോകുന്ന ദാവീദിനോട് വന്ന് പറയുകയാണ്, ദാവീദേ, എന്നെ മാത്രം പോരാ, എൻ്റെ കുടുംബത്തെയും ഒരു കണ്ണു വേണം കേട്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദുരഭിമാനമുണ്ടോ? ഒരാൾ ഉയർന്നു പോകുന്നു, മറ്റൊരാൾ താണു പോകുന്നു.
താണു പോകുന്നവർക്ക് ദൈവത്തെ വിളിക്കാൻ ദുരഭിമാനമുണ്ടോ? ദുരഭിമാനം ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് കഴിയാത്തതെന്ത്? ഭൂതം മാറ്റാൻ ഞങ്ങൾക്ക് കഴിയാത്തതെന്ത്? ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ഈ അപ്പൻ, മകൻ രോഗിയാണെന്ന് പറഞ്ഞു വന്ന അപ്പൻ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, യേശുവേ, ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് കഴിയാഞ്ഞത്? ദുരഭിമാനമില്ല. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർക്ക് ആ സമയത്ത് ദുരഭിമാനം ഉണ്ടായിരുന്നില്ല. ദൈവവേലക്കാരാ, നിനക്ക് ദുരഭിമാനം ഉണ്ടാകരുത്. നിനക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത്? മറ്റൊരാൾക്ക് കഴിയുന്നുണ്ടല്ലോ, നിനക്ക് കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് നിനക്ക് ദുരഭിമാനം ഉണ്ടാകരുത്. വേറൊരാൾക്ക് കഴിയുന്നു, വേറൊരാൾക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ കഴിയുന്നു, ദൈവത്തിൻ്റെ വചനം പറയാൻ കഴിയുന്നു, ഓരോ ശുശ്രൂഷകൾ കഴിയുന്നു, നിനക്ക് കഴിയുന്നില്ല. അതിൻ്റെ പേരിൽ നിനക്ക് ദുരഭിമാനം വരുത്. നീ എളിമപ്പെടാൻ പഠിക്കണം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. ജഡസ്വഭാവമാണ് ദുരഭിമാനം. ഞാൻ താഴുന്നു, അവൻ ഉയരുന്നു. അവിടെ വിനയം വരുന്നില്ല. ദൈവമക്കളെ, നന്ദിയോടെ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിക്കുന്നവൻ അതിനെ കളയുന്നു. പർസ്യൂട്ട് ഓഫ് പവർ, പർസ്യൂട്ട് ഓഫ് പ്ലഷർ, പർസ്യൂട്ട് ഓഫ് ചർച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനെ പിൻപറ്റാനാണ് ആഗ്രഹിക്കുന്നത്? സുഖലോലുപതയുടെ പിൻപറ്റാനാണോ ആഗ്രഹിക്കുന്നത്? അതോ ഏതെങ്കിലും അധികാരത്തെ പിൻപറ്റാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ ഏതെങ്കിലും ഒരു സംഘടനയെയോ പ്രസ്ഥാനത്തെയോ സഭയെയോ പിൻപറ്റാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ നിങ്ങൾ യേശുവിൻ്റെ പുറകെ പോകാനാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ യേശുവിൻ്റെ പുറകെ പോകാനാണോ ആഗ്രഹിക്കുന്നത്? സംഘടനയുടെ പുറകെ പോകാനാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ അധികാരത്തിൻ്റെ പുറകെ പോകാനാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഈ ലോകത്തിലെ സുഖലോലുപതയുടെ പുറകെ പോകാനാണോ ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിൻ്റെ പുറകെയാണ് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. നിങ്ങൾ ഈ ദൈവത്തിൻ്റെ ഉപദേശം തള്ളിക്കളഞ്ഞാൽ മനുഷ്യർ നിങ്ങളെ മാനിച്ചേക്കാം, പക്ഷേ നിങ്ങൾ ലജ്ജിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. നാം പിൻപറ്റേണ്ടത് അധികാരത്തെയല്ല, നാം പിൻപറ്റേണ്ടത് സുഖലോലുപതയല്ല, സുഖാനുഭവങ്ങളെയല്ല, നാം പിൻപറ്റേണ്ടത് പ്രസ്ഥാനങ്ങളെയല്ല, നാം പിൻപറ്റേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, ആരെല്ലാം ഉണ്ട് ലജ്ജിച്ചു പോകുകയില്ല. അവൻ്റെ മകനായി തീർന്നാൽ ലജ്ജിച്ചു പോകുകയില്ല. ജഡസ്വഭാവം മാറിക്കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവരുടെ കരങ്ങളുയർത്തി എന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, എനിക്കിതാ ചില കബറിടങ്ങളോട്, പുണ്യസ്ഥലങ്ങളോട്, കർത്താവേ, ഞാൻ പ്രശ്നം വരുമ്പോൾ ഞാൻ അങ്ങോട്ടാണ് ഇതുവരെയും ഓടിക്കൊണ്ടിരുന്നത്. കർത്താവേ, ഞാനിതാ ഇസ്രായേൽ മക്കൾ അബ്രഹാമിൻ്റെ കല്ലറയിലേക്കോ യാക്കോബിൻ്റെ കല്ലറയിലേക്കോ ഓടിയില്ല. അവരവരുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, മനസ്സലിയണമേ എന്ന്. ഹല്ലേലൂയ. ദൈവവേദലേ, നിന്റെ ജഡസ്വഭാവം മാറട്ടെ. ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുക. നിന്നെ തന്നെ താഴ്ത്തുക, നിന്നെ തന്നെ താഴ്ത്തുക. മറ്റുള്ളവർ ഉയരട്ടെ, മറ്റുള്ളവർ ഉയരട്ടെ. നിനക്ക് ദുരഭിമാനം അരുത്. കർത്താവേ, ഞാൻ താണു പോകുന്നല്ലോ, വേറൊരാൾ ഉയരുന്നല്ലോ എന്ന് വരുമ്പോൾ ദുരഭിമാനം അരുത്. കർത്താവേ, എന്നെയും കൂടെ കാക്കണമേ. ഹല്ലേലൂയ. ദൈവജനമേ, നിങ്ങളുടെ ജഡസ്വഭാവം മാറിയ ദൈവം നിങ്ങളെ സന്തോഷിക്കും. നിങ്ങളുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ മാറും, നിങ്ങളുടെ കഷ്ടതകളും രോഗങ്ങളും മാറും. അരിമനാഥന്റെ അരിമസന്തതികളായി നമുക്കെല്ലാവർക്കും വരും കാലങ്ങളിൽ ദൈവത്തിന്റെ വേല ചെയ്യാം. ദൈവത്തിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുങ്ങാം എൻ്റെ പ്രിയപ്പെട്ടവരെ. എല്ലാം ഭംഗിയായി നടത്തുന്നവരെ കാണുമ്പോൾ നാം മാറിപ്പോകല്ലേ. നാം ഒരുവനെ മാത്രം വിളിക്കുക, യേശുവിനെ മാത്രം വിളിക്കുക, യേശുവിനോട് ചേരുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.